എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തതെന്നാണ് ഇത്ര ദിവസം പ്രതിപക്ഷക്കാർ ചോദിച്ചത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചോദിച്ചില്ല, പ്രധാനമായിട്ട് കോൺഗ്രസ് ആണ് ചോദിച്ചത്. കാരണം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാം ഇത് വളരെ വൈകാരികമായിട്ടൊരു വിഷയം. ആ 26 ടൂറിസ്റ്റുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ വെടിയേറ്റ് വരും, അത് മതം ചോദിച്ച് വെടിവെച്ചു പോകും. സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ മാത്രം കൊല്ലും. ഈ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് ഉത്സാഹമില്ല? ഇവർ ഭരിക്കുന്ന സമയത്ത് പ്രതികളെ പിന്നെ പൊടിവിട്ട് എന്താ മഷി നോക്കിയാൽ പോലും കിട്ടുമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ. അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള 1971 യുദ്ധത്തിലൊക്കെ പാകിസ്ഥാന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും. അവരുടെ സംശയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൂടി പ്രതിധ്വനിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അജണ്ട ഒന്നും തന്നെയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് സംശയമുള്ളൂ. പാകിസ്ഥാന് പോലും സംശയമില്ല, കാരണം അവരെ അനുഭവിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന ചില ഈ ഞാഞ്ഞൂളുകൾ അവർ രാജവെമ്പാലകളായിട്ട് പത്തിവിടർത്തുകയും ഇങ്ങനെയുള്ള സംശയങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അവരുടെ കുഴി അവർ തന്നെ കുഴിക്കണം, അവർക്കത് മനസ്സിലാവുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എഴുതി കൊടുത്ത ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന ചർച്ച ഞാൻ കണ്ടു. അതിൽ അവരുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ആൾ പറയുന്നത് ഇതാണ്: കോൺഗ്രസ്സുകാർ ചോദ്യം ചോദിക്കാൻ നോക്കിയ സമയത്താണ് ശശി തരൂർ പുറകിൽ നിന്ന് കുത്തിയത് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആരെ എഴുതി കൊടുത്തെന്നുള്ള കാര്യം വ്യക്തമായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ അജണ്ട തീരുമാനിക്കുന്ന മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഛിദ്രശക്തികളും വിധ്വംസക ശക്തികളുമാണ്.